അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കെറ്റിൽ പരീക്ഷിക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു പുതിയ ഐറ്റമാണ്. ഈ കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ടാണ് കെറ്റിൽ പരീക്ഷിക്കാൻ പോകുന്നത്. അതായത് ഞങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതല്ല, ഞങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നതും ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കോളിഫ്ലവർ എങ്ങനെയാണ് ആക്കേണ്ടത്, എന്താണ് ആക്കേണ്ടത് എന്നുള്ളൊരു അറിവൊന്നും ഞങ്ങൾക്ക് ആർക്കില്ല. പക്ഷേ എന്നാലും ഞങ്ങളങ്ങ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കെറ്റിൽ വാങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പകുതി സാധനങ്ങളും ചീറ്റിപ്പോകാറുണ്ട്, പിന്നെ സക്സസ് ആവാറുണ്ട്. പിന്നെ അതുകൊണ്ട് ചീറ്റിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മൈൻഡിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നേരത്തെ പോയി ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം കൂടി ആക്കി കഴിഞ്ഞ് ചോറ് എടുക്കാൻ പോകുമ്പോൾ ചോറ് അടക്കാനില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയിലും വെള്ളത്തിലൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വേവിച്ചിട്ട് ഇങ്ങനെ ഊറ്റുമ്പോൾ ഈ കപ്പയൊക്കെ വേവിക്കുന്നൊരു മണമാണ് ഞങ്ങൾക്ക് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കെറ്റിൽ ചൂടാക്കി എണ്ണ വെച്ചിട്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വഴറ്റി സവാളക്കകത്ത് ഞങ്ങൾ മസാല എല്ലാം വാരിയിട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കർമസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവിടെ സെറ്റായി നമ്മൾ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, റോസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങളൊന്ന് വറ്റിച്ചെല്ലാം വെള്ളമൊക്കെ വറ്റിച്ച് വന്നപ്പോഴേക്കും ഇതൊരു മുട്ടത്തോരൻ്റെ ആ ഒരു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കണ്ടിട്ട് മുട്ടത്തോരൻ പോലെ ഉണ്ടെങ്കിലും സംഭവം കോളിഫ്ലവർ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ റോസ്റ്റ് തന്നെയാണ്. ഈ ലുക്കിലല്ലോ കാര്യം, ടേസ്റ്റ് ഉണ്ടോ എന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഹോസ്റ്റലിൽ ഇന്ന് പുലാവ് പോലത്തെ ഒരു റൈസ് ആയിരുന്നു. ഇതിന് ഞങ്ങൾക്ക് സാധാ റൈസാണ് ഇഷ്ടം, പക്ഷേ ഇന്ന് ഹോസ്റ്റലിൽ ഇതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും കൂട്ടി അങ്ങ് കഴിച്ചു. സംഭവം മുട്ടത്തോരൻ പോലെയൊക്കെ ഇരിക്കുന്നെങ്കിലും സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കള്ളം പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.